ഈ വാഹനങ്ങളുടെ ശവപ്പറമ്പെന്ന് കേട്ടിട്ടുണ്ടോ? അതാണിത്. ഇത് കിലോമീറ്റർ ഒരു 2-3 സ്ക്വയർ കിലോമീറ്റർ മൊത്തം ഇത് സംഭവം ഇവിടെയുണ്ട്. ഇത് കുവൈറ്റിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഒരു ആക്സിഡൻ്റ് ആയ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാ പാർട്സ് നമ്മുടെ നാട്ടിലെ കുജിനി എന്ന് പറയില്ലേ, അതന്നെ. എല്ലാ സാധനവും കിട്ടും, എല്ലാ ഐറ്റംസിൻ്റെ. ഭയങ്കര സംഭവം. ഇത് എത്രയോ കിലോമീറ്റർ കിടക്കുക. ഇതിങ്ങനെ ഓരോ ആൾക്കാരുടേതാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ലൈറ്റിൻ്റെ സെക്ഷൻ ലൈറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. അത് ലോകത്തുള്ള സകല വണ്ടികളുടെ മോഡൽ കിട്ടും. ഏതൊക്കെ മോഡൽ ഇവിടെ ഇറങ്ങുന്നുണ്ടോ അതിനകത്തൊക്കെ. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എത്രയോ ആത്മാക്കളുണ്ടാവും ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. കാരണം ആക്സിഡൻ്റ് ആയിട്ട് തകർന്നു പോയ വാഹനങ്ങളാണല്ലോ. അപ്പോൾ ഒരുപാട് മനുഷ്യരുടെ ജീവനും ഇതിനകത്ത് ഉണ്ടാവില്ലേ. ജീവൻ ഉണ്ടാവുമെന്ന് ഉദ്ദേശിച്ചത് മരിച്ചു പോയ എത്ര മനുഷ്യരുടെ ആത്മാക്കളുണ്ടെങ്കിൽ കേട്ടോ, ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഒരുപാടുണ്ട്. ഇതിങ്ങനെ ഇതിലേ കയറിപ്പോയാലും ഇങ്ങനെയാണ്. എല്ലാ സ്ഥലത്തും ഇത് തന്നെ ഇങ്ങനെ മേലെ കയറ്റി വെച്ചേക്കാണ് കിലോമീറ്റർ കണക്കിന്. ഈ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് മാത്രമേ കണ്ടുള്ളൂ. ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും ഇത് തന്നെയാണ് അവസ്ഥ, എല്ലാ സ്ഥലത്തേക്കും. അത് ഓരോ കമ്പനി. നിസാൻ്റെ ഏരിയ, ടൊയോട്ടയുടെ ഏരിയ, റേഞ്ച് റോവർ, എന്തിനേറെ റോൾസ് റോയ്സിൻ്റെ വരെ കിട്ടും ഇവിടെ. ഇതാണ് ഇതിങ്ങനെ ഓരോരോ ഗലികളാണ്. ഇത് കുവൈറ്റിലെ സാൽമി എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ. സാൽമി